നമ്മൾ രാവിലെ മുതൽ ഈ ക്യാമറ തൂക്കി പിടിച്ചോണ്ട് നടക്കണം. ഒരാളെ പോലും കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഈ ക്യാമറ കാണുമ്പോൾ നാട്ടുകാർ ഓടുകയാണെന്ന്. ആരെ കണ്ടാലും അപ്പം പിടിച്ചോണം. അപ്പം പിടിക്കണം. എന്നെ അല്ല, ആരെയും കണ്ടാ പിടിക്കണം. പിടി അവനെ. ഓടരുത്. എന്നെ കാണിക്കണേ. ഓടരുത്. അയ്യോ 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 ചേട്ടാ, ഞങ്ങൾ ടി വിക്കാര്. ക്യാമറ, മൈക്ക്. ഭ്രാന്തനാണോ? വടി താഴോട്ട് ഇട്. ഇട്. 1 2 താഴോട്ട് ഇട്. ഇട്. അടുത്തേക്ക് വന്ന് അടുത്തേക്ക് വാ. ചേട്ടാ, ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ യുവർ ചോയ്സ് പ്രോഗ്രാമായിട്ട് ഇറങ്ങിയതാ. ചേട്ടൻ കണ്ടിട്ടില്ലേ? ടി വി കാണാറുണ്ടോ? ശരിക്കും തന്നെ പരിപാടി യുവർ ചോയ്സ് പ്രോഗ്രാം. ഇത് ടി വിയിലെ അതെയോ? നീ ഇങ്ങോട്ട് മറിക്ക്. നീ അവിടെ നിർത്തോ കേട്ടോ. അതെ, ഈ ഒരു പെണ്ണ് എന്ന് വെച്ചാൽ ഫോൺ ചെയ്യൂല്ലോ ഒരു പെണ്ണ്. അപ്പൊ ഇങ്ങനെ എന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യും പിടിച്ച് ആ പാട്ടാണോ വേണ്ടേ സുരേഷ്, എന്നെ കൊണ്ട് വിശേഷം, അതെ സുഖമൊക്കെയാണോ എന്നെ ഇങ്ങനെ ചോദിക്കുന്ന പരിപാടിയാണോ? അതെ, അതിന്റെ ഒരു വെറൈറ്റി പ്രോഗ്രാമാണ് ഈ പ്രോഗ്രാം. ആ പരിപാടിയാണോ? ആ പ്രോഗ്രാം തന്നെ. ഇപ്പൊ എങ്ങനെ റോട്ടിൽ കൂടെ തന്നെ തിരിഞ്ഞ് നടക്കുവാണോ നിങ്ങളുടെ പരിപാടി? അല്ല, ഞങ്ങൾ ചേട്ടനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഉത്തരം പറഞ്ഞാൽ ഓരോ കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന നല്ല നല്ല സമ്മാനങ്ങൾ ഈ സ്പോട്ടിൽ വെച്ച് തന്നെ തരുന്നതായിരിക്കും. അതെയോ? എളുപ്പമുള്ള ചോദ്യമൊക്കെ ചോദിക്കോളൂ. ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിച്ചു വിടാൻ പോണം കേട്ടോ. അപ്പൊ എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്, പെട്ടെന്ന് ചോദിച്ചു വിടാൻ. ഇതെന്നതായത്? ക്യാമറ സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. 10 സ്റ്റാർട്ട്. ക്യാമറ ആക്ഷൻ. എല്ലാത്തിനാണ് നീ പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞു എന്നാ നീ പറഞ്ഞു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചേട്ടൻ റെഡി ആയിട്ട് ഇന്നോ ക്യാമറ എല്ലാം റെഡിയാന്ന് പറയുന്നത്. അതങ്ങനെ പറയണ്ട. തുടങ്ങാം. ആയിക്കോട്ടെ, ശരിയല്ലേ? ഇതൊക്കെ പോരാ. പിന്നെ നീ എന്നാ അങ്ങനെ പറയാം. കിട്ടുമോ? എടുത്തോണ്ടിരിക്കുകയാണ്. ഇത് ടി വിയിൽ വന്ന പരിപാടിയാണോ കൊച്ചെ? ടി വി വന്നോണ്ടിരിക്കുന്ന പ്രോഗ്രാമാണിത്. അതെയോ? എന്നാ കുറച്ച് എടുത്തേ അങ്ങോട്ട്. ഇവിടെ നിന്നാ മതി. എടുക്കാം. ഇവിടെ നിന്നാ മതി. അവിടെ നിന്നാ മതി. എടുത്തു. അപ്പൊ ഞാൻ ചേട്ടനോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അങ്ങാടി എന്ന ചിത്രത്തിലെ നായകൻ ആര്? അങ്ങാടിക്കകത്തല്ല, അങ്ങാടി എന്ന സിനിമയിലെ നായകൻ ആര്? എന്നായാലും ക്ലൂ തരാൻ പറ്റുമോ? എന്തെങ്കിലും ക്ലൂ തന്നെ. സീമേ. ഉത്തരം ശരിയാണ്. ഒന്നാം സമ്മാനമാണ്. അടിപൊളി മിറർ ആണ്. അടിപൊളി മിറർ. ഇതുകൊണ്ട് സ്വന്തം മോൻ നോക്കരുത്, കൊരങ്ങനെ കാണൂ കേട്ടോ. അത് ശരി. അതിന് ഞാൻ നോക്കിയാൽ നിന്റെ അച്ഛനെ അല്ലല്ലോ കാണുന്നത്. എന്നാ പറയുന്നത്? ഇപ്പൊ ഒരുത്തനെ കണ്ടു കൊരങ്ങിനെ. ആയിക്കോട്ടെ, ചോദിച്ചോളൂ. പിന്നെ എന്റെ സമ്മാനമല്ലേ ഇത്? അതെ, സമ്മാനം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കക്കാർക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിപാടിയുണ്ട്. സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആഹ്ലാദം കാണിക്കും. അതെങ്ങനെയാണെന്ന് അറിയോ? ഇതല്ല അത് കിട്ടിയില്ലേ? അത് കിട്ടൂല. അപ്പൊ നീ ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ടൊന്ന് തിരിച്ചു പിടിച്ചാ പോലെ. അത് പോയോ? പെട്ടെന്ന് അടുത്ത കിടക്കുകയാണ്. മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറാണ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ. അതെ, മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ അതായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. അതെ, എന്തോരം സിനിമ മലയാളികൾക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ച് ഇഷ്ടംപോലെ. ഇന്നാളത്തിന് സമ്മാനം കിട്ടിയില്ലേ? കിട്ടിയോ? ഇത് പിന്നെ നീ എടുത്ത അയാൾ നല്ലതാ, അയാളുടെ പടം കൊള്ളാന്നൊക്കെ പറയാൻ ആവശ്യമുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടെ. അറിയാതാ, ഈ അടൂർ ഗോപാലകൃഷ്ണന്റെ നാടെവിടെ? പറയൂല. അടൂർ ഗോപാലകൃഷ്ണന്റെ നാടെവിടെയായിരുന്നു? ഇത് മിക്കവാറും തോക്കാൻ വഴിയുണ്ട്. എന്നാലും ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നാലും എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. നാവിന്റെ തുമ്പത്തുണ്ട്. അവിടെ നിന്ന് ക്യാമറ ഇവിടെ നിന്ന് എടുക്ക്, ഇങ്ങോട്ട് മാറി എടുക്ക്. നാവിന്റെ തുമ്പത്തിരിക്കുകയാണ്. ഉറപ്പായിട്ടും. എന്നാ ഇങ്ങോട്ട് തുപ്പ്. അയ്യേ, ക്യാമറ അവന്റെ മുഖത്ത് തുപ്പണ്ടായിട്ട് വന്നു. ആയിരുന്നോട്ടെ കേട്ടോ. ആയിക്കോട്ടെ, എന്തായാലും ക്ലൂ തരാൻ പറ്റുമോ? എന്തെങ്കിലും ക്ലൂ തരാൻ പറ്റുമോ? തരാം. അദ്ദേഹത്തിന്റെ പേരിലുണ്ട് അദ്ദേഹത്തിന്റെ നാട്. പേരിനകത്തുണ്ടോ? പേരിനകത്തുണ്ട്. അടൂർ ഗോപാല കൃഷ്ണൻ. കൃഷ്ണനല്ലേ? അല്ല, ഉത്തരം ശരി. അടൂർ ഗോവയാണോ?
ഗോവയല്ല. കൃഷ്ണനും അല്ല, ഗോവയല്ല. അല്ല. അപ്പൊ അടൂരാകാൻ വഴിയില്ല. എന്താ പറഞ്ഞ? അടൂരല്ലല്ലോ. ഉത്തരം ശരിയാണ്, അടൂരാണ്. അടൂരാണ്. പാറ്റ കമ്പനി നൽകുന്ന നല്ല ഒന്നാം തരം അടിപൊളി സ്പ്രേ ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒരു അടിപൊളി സമ്മാനമാണ് സ്പ്രേ. ആയിക്കോട്ടെ. ഇത് എവിടെയൊക്കെ അടിക്കണത്? ഏതിലെ വേണേലും അടിക്കാം. സാരമില്ല. ഇപ്പൊ വേണ്ട തല തട്ടി പോണ സ്പ്രേ കൊള്ളാം. ഇരിക്കട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് ഇറങ്ങി. ഇത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അച്ചപ്പം പീച്ചുന്ന പ്രസ്. അച്ചപ്പം പീച്ചുന്ന പ്രസ്. അതാണോ ഇങ്ങനെ കൊണ്ടുവരുന്നത്? അപ്പൊ ചേട്ടന് സമ്മാനം കിട്ടിയപ്പോ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് ചെയ്യണം. ആയിക്കോട്ടെ. അടുത്ത ചോദിച്ചോളൂ. അടുത്ത ചോദ്യത്തിലേക്ക് ഇറങ്ങാം. മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടനാണ് ശ്രീ പ്രേം നസീർ. പ്രേം നസീർ അറിയപ്പെടുന്ന നടനാണ്. പ്രേം നസീർ നല്ല വൃത്തിയും മനയുമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനായിരുന്നു. അതെ. നസീർ പറഞ്ഞ മനസ്സിലായില്ലേ? അന്തസ്സായിട്ടും ആഭിജാത്യത്തോടും കൂടി അവതരിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു. അതെ അതെ. ഇവൻ മറ്റേ പടത്തിന്റെ ക്യാമറാമാനാ മോനെ. ഇവൻ എന്നാടായി കാണിച്ചേ? നീ എന്നെ കാണിക്കണേ? ഇങ്ങോട്ട് പറഞ്ഞു. ഇവിടെ വായിക്കോളൂ. എന്നാ വേണ ഇവിടെ? നിനക്ക് ഇവിടെ ഇത് മാത്രം എടുക്കാവുള്ളേ? മൊത്തം എടുത്തതാ. ഇത് കണ്ടോ ഒരു വര? ഇത് കണ്ടോ? കണ്ടു. ഈ വരയ്ക്ക് കീപ്പോട്ട് എടുക്കണ്ട, ശൂന്യം ഒന്നുമില്ല കേട്ടോ. എടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇതിന്റെ മേളോട്ട് എടുത്താൽ മതി. പറയാൻ മനസ്സിലായോ? ഇരിക്കട്ടെ. എടുത്തു പറഞ്ഞോളൂ. പറയാൻ പോണ്. ഈ പ്രേം നസീർ പോസ്റ്റ്മാനായിട്ട് അഭിനയിച്ച് കാണാതെ പോയ ചിത്രം. പോസ്റ്റ്മാനെ കാണാനില്ല. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. പാറ്റ കമ്പനി നൽകുന്ന നല്ല അടിപൊളി സമ്മാനമാണ് കുറെ റോസാപ്പുകളും കുറെ ഇലകളും. ഇതെനിക്കാണോ? അതേട്ടാണ്. മതി. ഇങ്ങനെ കുറച്ചോ കാണിക്കാം. ചീഞ്ഞതൊക്കെയാണോ കൊണ്ടത്? അതെനിക്ക് വേണ്ട. അത് വേറെ മതി. വേറെ ചോദിച്ചോളൂ. പെട്ടെന്ന് ചോദിച്ചു. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാണ്. അവസാനത്തെ ക്വസ്റ്റൻ ആണ്. അതിന് ഉത്തരം പറഞ്ഞ ചേട്ടൻ ചോദിച്ചു. ചെമ്മീൻ നല്ലതാണ്. കപ്പപ്പുഴുക്കും ചെമ്മീനും ഒക്കെ കൂടി വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് തിന്നാം. തീറ്റയുടെ സ്വഭാവമല്ല. ചെമ്മീൻ എന്ന ചിത്രത്തിൽ പരീക്കുട്ടിയായിട്ട് അഭിനയിച്ച നടൻ ആര്? പറയൂല. ചെമ്മീനകത്ത് പരീക്കുട്ടിയായിട്ട് അഭിനയിച്ച നടൻ ആര്? ഒരു ഇത്രയും ഗ്ലൂ തരാൻ പറ്റുമോ? നമ്മള് പല്ല് തേക്കാൻ പൊടിയെടുക്കല്ലേ, അത്രയും ഗ്ലൂ തരാൻ പറ്റുമോ? എപ്പോഴും ഗ്ലൂ ചോദിച്ചാൽ ഞങ്ങളുടെ ഇല്ല തരാൻ. നിങ്ങളുടെ ഈ ഗ്ലൂ ഇല്ല. വെള്ളത്തിൽ വെള്ളം തിരിക്കാൻ പോകുന്ന ഞാനാണ് ആ ഗ്ലൂ കൊണ്ട് നടക്കണേ. ഏതാ നിങ്ങൾ പരിപാടിക്ക് നടക്കുവാണെങ്കിൽ ആവശ്യത്തിന് ഗ്ലൂ കൊണ്ട് നടക്കണ്ടേ? നിങ്ങൾ ഗ്ലൂ തരാതെ എവിടെ നിന്ന് പോവോ കുഞ്ഞുങ്ങളെ? പെട്ടെന്ന് ഗ്ലൂ താട്ടോ. ക്ലൂ തരാം. പെട്ടെന്ന് വന്നു. അദ്ദേഹം നടക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പറഞ്ഞോ. ഈ പരീക്കുട്ടി നടക്കുന്നത് എങ്ങനെയാണെന്ന് ക്ലൂ ആണ്. അതെ, ഇങ്ങനെയാണ് നടക്കുന്നത്. ഉണ്ടോ? ഞണ്ടാണോ? ഞണ്ടിനെ പോലെയൊക്കെ ഇരിക്കും. അതെയോ? ഞണ്ടിനെ പോലെ ഇരിക്കുന്ന പരീക്കുട്ടി ആരായത്? പേരിൽ എത്ര അക്ഷരം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ പേരിന് രണ്ടക്ഷരമുള്ളൂ. രണ്ടക്ഷരമേ ഉള്ളൂ. പിന്നെ പറയരുത് 3-4 അക്ഷരം കേട്ടോ. രണ്ടക്ഷരമേ ഉള്ളൂ. രണ്ടക്ഷരമുള്ള പരീക്കുട്ടി ഒരക്ഷരം പറഞ്ഞേ. ഒരക്ഷരം മാ. പറയേ ഇങ്ങോട്ട്. മായാണോ? അങ്ങനെ ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ അക്ഷരം പറഞ്ഞടാ. ധൈര്യം ഓടിയ പറ. ഒരക്ഷരം മാ, ഒരക്ഷരം ദു. തലതിരിച്ച് പറ. ശരിയല്ല, തലതിരിച്ച് പറ. അതല്ല, ആദ്യ അക്ഷരം ഫസ്റ്റ് അക്ഷരം ലാസ്റ്റ്. അങ്ങനെയാണോ? മധുമോഹൻ. അതിന്റെ പകുതി. മോഹനൻ. അതിന്റെ പകുതി. മധു. ഒരു 500 രൂപയുടെ പണി കൊടുത്തു. സമ്മാനമുണ്ട്. അടിപൊളി സമ്മാനം. പാറ്റ കമ്പനി നൽകുന്ന ഒരു അടിപൊളി ചെയറാണ് ചേർന്ന്. ഇതും എനിക്കാണോ? ഇത് ഇത്ര സമ്മാനമൊക്കെ ഉണ്ടോ എനിക്ക്? അതെ. ആയിക്കോട്ടെ. ഒരു കാര്യം ചെയ്യണം. ഒരു ഓട്ടോറിക്ഷ വിളിക്കാനുള്ള അനുവാദം തരാം. ഓട്ടോറിക്ഷ അതെന്തിനാണ്? പിന്നെ നിന്റെ അച്ഛൻ കൊണ്ടാ തരുമോ ഇതൊക്കെ വീട്ടില്? എനിക്ക് കൊണ്ടുപോകണ്ടേ ഇതൊക്കെ? കൊണ്ടുപോകാം. അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? പാട്ട് നല്ലൊരു പാട്ടാണ് വെച്ചത്. ഏത് പാട്ടാണ് വേണ്ടത്? മോഹൻലാലിന്റെ ഒരു പാട്ട് തന്നെ. അതെ, മോഹൻലാലിന്റെ ഏത് പടത്തിലെ പാട്ട് വേണം? മോഹൻലാലിന്റെ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വെച്ചു കേട്ടോ. ഓക്കെ. മോഹൻലാൽ ആടിപ്പാടിയ ഒരു അടിപൊളി ഗാനം വെച്ചു തരുന്നു. വാച്ച്.